മരത്തിലൊക്കെ കയറി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ. ആശാന്റെ കാൽ തല്ലി ഇടിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ കണ്ടായിരുന്നു. മോളോട് ഓടിക്കളിച്ചിട്ട് അതാണ് എന്തൊരു ഓട്ടമായിരുന്നു. PT ഉഷയ്ക്ക് പഠിക്കായിരുന്നു. ദ സിംഗർ സൈനോറ ഫിലിം എന്നാണ് നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന ഇതാണ്. ആ ഒരു സാധനം പേരിലും എന്തോ അപ്പൊ എന്തായാലും വെസ്റ്റേൺ ആയിരിക്കും. അതെ, ലിയാനോഡോ ഡിക്കാപ്രിയോയ്ക്ക് ശേഷം ആ മൂവി കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടായ ഒരു വ്യക്തി. ലിയാനോഡോ ഡിക്കാപ്രിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എല്ലാ ദിവസവും സ്വപ്നം കാണലൊക്കെ. റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനോ, അതിപ്പോ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ? ലൈക്ക് just came in, walked in, I just froze. Okay, he called my name and said, Sainora, I think you can sing this song, right? എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ സാറിയാ എന്നൊക്കെ പറഞ്ഞു വേഗം അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. ഒരു മോർ ഓഫ് ഇമ്പോർട്ടൻസ് ടു ലുക്സ് ദാൻ ടാലന്റ് എപ്പോഴെങ്കിലും ഫീൽ ആയിട്ട്? എല്ലാ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ, നമുക്ക് കാണാൻ പറ്റുമല്ലോ. കളർ കുറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാള് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് ലൈക്ക് അർജുൻ അശോകൻ ആസ് എ സിംഗർ, എന്താണ് അർജുൻ അശോകൻ? ഒരു ഗ്രഞ്ചിനെസ് ഉള്ള ഒരു വോയിസ് ആണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആ വോയിസ് കേട്ടപ്പോൾ തന്നെ ഐ ആക്ച്വലി ഫൈനലൈസ് ദാറ്റ് എന്റെ പാട്ട് അർജുനാണ് പാടാൻ പോകുന്നത്. അത് പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എവരിബഡി ലൈക്ക് അർജുനെ കൊണ്ട് എന്താണ് പാടിപ്പിക്കാൻ കാര്യം. വയലേലകൾ വിളയട്ടെ, പണിശാലകൾ പറയട്ടെ, തെങ്ങോലകൾ കാട്ടാറുകൾ ഉണരട്ടെ, ഉലയട്ടെ ഒഴുകട്ടെ. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ് സൈസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിന് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ മരത്തിലൊക്കെ കയറി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ. അപ്പോൾ ലെറ്റ് മീ വെൽക്കം സൈനോറ ഫിലിപ്പ് ടു ദി ഷോ. താങ്ക് യു സോ മച്ച് ലിറ്റ്വിൻ. പിന്നെ ഹൗ ഇസ് ലൈഫ്, ഹൗ ഇസ് തിങ്സ് ഗോയിങ്? തിങ്സ് ആർ ഗോയിങ് ഗുഡ്. ഇൻ ഫാക്ട് നമുക്ക് കുറച്ച് കാലമായിട്ട് ഒരു ബ്രേക്ക് ആയിരുന്നു. ഒരു 7-8 months we were like ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണം എന്നുള്ള അറിയാണ്ട്. ആൻഡ് ഫൈനലി ഫോർ മീ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഹംബിൾ സ്റ്റാർട്ടാണിത്. കൈൻഡ് ഓഫ് റിയലി എൻജോയിങ് ഇറ്റ് റൈറ്റ് നൗ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അബൌട്ട് ആഹാ ഇപ്പം ട്രെൻഡിങ് ആണ്. അപ്പോൾ ഹൗ ഡു യു ഫീൽ? എന്തൊക്കെയാണ്, വാട്ട് ഇസ് ദ റെസ്പോൺസ് കമ്മിങ് ഇൻ? ആഹാ ശരിക്കും പറഞ്ഞാൽ ഈ ആഹാ എന്ന് പറഞ്ഞ മൂവിയിൽ 4 പാട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം വരുന്ന 4 ജോണേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം ഇറങ്ങിയ അർജുൻ അശോകൻ പാടിയ പാട്ട് ഒരു റോക്ക് ജോണറിലുള്ള സോങ് ആണെങ്കിൽ ഒന്നൊരു ഹിപ്പ് ഹോപ്പ് ജോണറാണ്, ഹിപ്പ് ഹോപ്പ് റാപ്പ് വരുന്നത്. പിന്നെ ഒരു മലയാളം ലവ് ഡുവറ്റ് വരുന്നുണ്ട്. ആൻഡ് അത് ഞാനാണ് എഴുതിയത്. അങ്ങനെ കുറച്ച് കുട്ടമ്പിള്ളയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ രണ്ടാമത്തേതാണ്. അപ്പൊ അങ്ങനെ ലൈഫ് ഇസ് ട്രീറ്റിംഗ് മീ ഗുഡ് ഇൻ ഫാക്ട്. I'm kind of floating in it. Okay. Whatever it comes, I'll take it എന്നുള്ള സ്ഥലം. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് 3 good things that happened to you in 2020 എന്ന് വെച്ച് എന്തൊക്കെ പറയും? Definitely yes. Theme song release. Okay. I got to spend with my little one. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോറും I really knew who she is. Okay. And right now she's kind of getting matured and മൂപ്പർക്ക് അറിയാം ഇപ്പം എന്തൊക്കെയാണ് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ. കറക്റ്റ് ടൈം ഉണ്ട് വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. I think you are really enjoying motherhood. ഞങ്ങൾ ആ പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കുക്ക് ചെയ്യുന്നു, രണ്ടുപേരും എന്താണ് പല ആക്ടിവിറ്റീസ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് അടിപൊളിയായിരുന്നു. മൂപ്പര് ജനന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യൂട്യൂബർ ആവണം. സീരിയസ്ലി നമുക്കൊരു ഭീഷണി ആവോ? പറയാണ് യൂട്യൂബർ ആവണം. മമ്മ എനിക്കൊരു ക്യാമറ ടീമിനെ തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല. ഷീസ് ലൈക്ക് സോ മച്ച് ഇൻടു ദാറ്റ്. ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് അതൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുഞ്ഞു സംഭവങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. അതൊക്കെയാണ് രണ്ടാമത്തെ ഹാപ്പിനെസ്. മൂന്നാമത്തെ കാര്യം വേറൊരു പ്രോജക്റ്റ് കൂടി വന്നിട്ടുണ്ട്. കറുത്ത ഭൂമി എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഒരു ഫിലിം പ്രോജക്റ്റ് ആണ് അത്. ആക്ച്വലി അതായത് അപ്പിയറൻസ് വൈസും കളർ വൈസും ഒക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറിയാണ് അത്. ആക്ച്വലി ഒരു സിംഗറിന്റെ സ്റ്റോറിയാണ്. ആൻഡ് ഫോർ മീ അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാനാണ് ചെയ്യുന്നത്. ആയില്യനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ രമ്യാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ. അങ്ങനെ ലൈക്ക്
വെരി വെരി ഹാപ്പി. എന്തെല്ലാം പറഞ്ഞാലും വാട്ട് എവർ ലിറ്റിൽ തിങ്സ് വി ഗെറ്റ് ഇൻ ലൈഫ് വി ഷുഡ് ബി റിയലി റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. വി ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ്. അതാണ് എൻ്റെ മോട്ടോ. അപ്പോൾ ഇതിപ്പം ഡാഡ് വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് അല്ലേ? മീൻസ് ലൈക്ക് മ്യൂസിക് ആണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും. അപ്പോൾ ഇപ്പം മോള് വാട്ട് ഇസ് ഹെർ സ്റ്റാൻഡ്? അപ്പോൾ അവളെ നമ്മളൊന്നിങ്ങനെ ഒന്ന് പ്രഷർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ ട്രൈ? ഉറപ്പായിട്ടും. ബിക്കോസ് എന്നെ ഡാഡി ആക്ച്വലി ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് എല്ലാ ദിവസവും കർണാട്ടിക് രാവിലെ പ്രാക്ടീസ് ചെയ്യണം. അത് സാധകൻ ഭയങ്കര നിർബന്ധമായിരുന്നു. ബട്ട് ഐ എം നോട്ട് ദാറ്റ് സ്ട്രിക്റ്റ് എ പാരന്റ്. ഞാനെപ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് ജനനടുത്ത് ഡീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ റൈറ്റ് നൗ ഐ തിങ്ക് വാട്ട് ഐ തിങ്ക് ഇസ് ആ പ്രായത്തില് അവർക്ക് ഇതിന്റെ ഒന്നും ഇമ്പോർട്ടൻസ് അറിയില്ല. ഇപ്പൊ പ്രാക്ടീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. സോ അതുകൊണ്ട് ഞാനിപ്പം ഡാഡിന്റെ അടുത്തും മമ്മീന്റെ അടുത്തും പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതെ, ഒന്ന് പുഷ് ചെയ്തോളൂ, നന്നായി കൊടുത്തോളൂ, എന്നെ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തോളൂ എന്നത്. ആൻഡ് ഷീ ഈസ് ലൈക്ക് രാവിലെ എണീച്ചിട്ട് ഇപ്പൊ പിയാനോ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല തന്നെ, അടിച്ചു വേണം. വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും മൂപ്പര ഒരു പ്ലേ ബാക്ക് സിംഗർ ആക്കണമെന്നോ മ്യൂസീഷ്യൻ ആക്കണമെന്നോ അങ്ങനെയൊന്നും മനസ്സിലൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. നന്നായി വരക്കും. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ താല്പര്യം. അപ്പൊ അവളുടെ എന്താണോ ഇഷ്ടം നോക്കാൻ നടക്കും. അങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ ഒരു വലിയൊരു പാരന്റിങ് സംഭവം പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 12 വർഷം കർണാടിക്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഇൻഡസ്ട്രി ഇല്ലേ, നമുക്കൊരു അടിപൊളി ഒരു ഇംഗ്ലീഷ് സോങ് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഒരു സാധനം ഒരു മിക്സ് ഒക്കെ വേണമെന്നാണ് ദേ കോൾ യു അല്ലേ? അപ്പൊ ആ ഒരു എന്തൊരു അത് ആദ്യം ഞാൻ ഒരു കർണാട്ടിക് പഠിച്ചൊരു സിംഗറാണ്. ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട് രമേശ് സാർ അടുത്തുനിന്ന്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഒരു ആക്ച്വൽ ഓപ്പണിംഗ് കിട്ടിയത് മഞ്ഞുപോലെ ഒരു പെൺകുട്ടിയിലൊരു ആം ഐ ഡ്രീമിംഗ് എന്നൊരു ഫുൾ ഇംഗ്ലീഷ് സോങ് ആണ്. Am I dreaming? Am I seeking something I don't understand? And now here I wait for a brand new day. So അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് വരുമ്പം ഡെഫിനറ്റ്ലി വേറെ പോസിബിലിറ്റീസ് ആരും അങ്ങനെ നോക്കൂല. പിന്നെ ഞാനും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് എനിക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്യാം എന്നല്ലാണ്ട് ഉള്ളത് ഞാനും പ്രൊജക്റ്റ് ചെയ്തിട്ട് വെക്കാൻ നോക്കിയിട്ടില്ല. അത് എൻ്റെ ഫോൾട്ടാണ് ആക്ച്വലി. അത് അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല, മെല്ലെ മെല്ലെ വന്നാൽ മതി. സ്ലോ ആൻഡ് സ്റ്റഡി രീതിയിലാണ്. അത് ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയാം, നമുക്ക് ദ സിംഗർ സൈനോറ ഫിലിം നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന ഇതാണ് എവ്രി നൈറ്റ് ഇൻ മൈ ആ ഒരു സാധനം. എനിക്ക് പേരിലും എന്തോ അപ്പൊ എന്തായാലും വെസ്റ്റേൺ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആ കോളേജ് ടൈമിലൊക്കെ ഇല്ലേ, കോളേജ് സ്കൂൾ ടൈമിൽ അത് ലിയാനോഡോ ഡിക്കാപ്രിയോയ്ക്ക് ശേഷം ആ മൂവി കൊണ്ട് ഏറ്റവും എന്താ ഉപകാരം ഉണ്ടായ ഒരു വ്യക്തി. ലിയാനോഡോ ഡിക്കാപ്രിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ശരി, ഫോട്ടോ എല്ലാം എല്ലാ ഡയറിന്റെ മുകളിലും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. മറ്റേ എല്ലാ ദിവസവും സ്വപ്നം കാണലൊക്കെ. പക്ഷെ ടൈറ്റാനിക് ആണ് ആദ്യമായിട്ട് ഞാൻ പിന്നെ പാടുന്ന ഒരു ഇംഗ്ലീഷ് പാട്ട്. ബിക്കോസ് കണ്ണൂരിൽ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആണ്. നമുക്ക് വേറെ പിന്നെ ഡാഡി ഒരു വെസ്റ്റേൺ മ്യൂസിക് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ക്ലാസിക്കൽസും മൊസാർട്ടും ബേഥോവനും ബാക്കൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ സോങ്സ് അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ടൈറ്റാനിക് ഭയങ്കര ഒരു ഒരു സംഭവമായിരുന്നു. പണ്ട് തൊട്ട് കോളേജിൽ ചുരിദാറൊക്കെ ഇട്ട് ഗിറ്റാറൊക്കെ പിടിച്ച് പോയിട്ട് അങ്ങനെയായിരുന്നു. സോ ഞാൻ ചോദിക്കട്ടെ, ഹൗ മച്ച് ഓഫ് കണ്ണൂർകാരി ഇൻ യു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 100% കണ്ണൂർകാരിയാണ്. കണ്ണൂരിനെ മാറ്റി നിർത്തിയാൽ ഞാനില്ല. കണ്ണൂർ എസൻസ് ആണ്, അതാണ് ഞാൻ ആക്ച്വലി. അപ്പം ഒരു എല്ലാവരുടെയും ലൈഫ് ഇൻസ്റ്റൻസിൽ ഒരു ഇതുണ്ടോ, അത് ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ എം ഗോൺ ടു ഡു, ഇതാണ് എൻ്റെ കരിയർ ചോയ്സ് ആയിട്ട് ഞാൻ. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഇല്ലേ, ഇത് ചെയ്യാം, ഐ ക്യാൻ ഡു ദിസ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നൊരു ഡിസിഷൻ മേക്കിംഗ്, അത് എപ്പോൾ സംഭവിച്ചു? അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണോ ചോദിച്ചാൽ ഓരോരോ ഇൻസ്റ്റൻസസിലെടുത്ത ഡിസിഷൻസ് ആണ്. അതായത് കോളേജ് കഴിഞ്ഞിട്ട് ക്യൂസാറ്റിൽ മെറൈൻ ബയോളജിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അൻഫുഡ് സാറിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ബേണി ഇഗ്നേഷ്യസ് സാറിൻ്റെ വെട്ടത്തിലൊരു ചെറിയ ഒരു പോർഷൻ പാടിയിട്ടുണ്ട്. അപ്പം അന്നാണ് ആ ദിവസമാണ് ഡിസിഷൻ. അപ്പം പിറ്റേന്ന് ക്യൂസാറ്റിൽ ഇന്റർവ്യൂ ഉണ്ട്, പിറ്റേന്ന് തന്നെ ചേതനിലെ റെക്കോർഡിംഗ് ഉണ്ട്.
സീൻ. മറ്റേ സീൻ ഏത്? അവിടെ പാൽ കാച്ചൽ, ഇവിടെ താലി കെട്ടൽ. വീട്ടിൽ കച്ചറയായി. കാരണം ഡാഡി ആണെങ്കിൽ കംപ്ലീറ്റ്ലി മ്യൂസിക് മ്യൂസിക് മ്യൂസിക്, മമ്മി ആണെങ്കിൽ പഠിപ്പിന്റെ കൂടെ മതി മ്യൂസിക് എന്നാണ്. രണ്ടുപേരും ടീച്ചേഴ്സാണ്. ഡാഡി മ്യൂസിക് ടീച്ചറാണ്. അപ്പം അന്ന് ആണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്. ഞാൻ മമ്മീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മമ്മി അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, സാറ്റിൽ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം, ഇനിയും ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇതിന് പോകുന്നത് ഒഴിവാക്കിയിട്ട് മഞ്ഞു പോലൊരു പെൺകുട്ടിയിൽ പാടാൻ പോയത്. പിന്നെ വിത്ത് ഗോഡ്സ് ഗ്രേസ് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ബിക്കോസ് ഐ ജസ്റ്റ് went on doing recordings and stuff. അതുപോലെ തന്നെ റഹ്മാൻ സാറിന്റെ കോള് വന്നപ്പം 4 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മൂപ്പരോടെ. മൂപ്പറ കോള് വന്നപ്പം ഇത് തന്നെയായിരുന്നു. കാരണം ഒറ്റയ്ക്ക് എങ്ങനെ പോവാ, നീ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു വീട്ടില്. അന്നും ഞാനൊരു ഡിസിഷൻ എടുത്തത്, ദിസ് ഇസ് മൈ ലൈഫ്, ഡെഫിനറ്റ്ലി ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത് ഞാനാണ്. അവര് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല, ഡെഫിനറ്റ്ലി അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അങ്ങനത്തെ കൊച്ചു കൊച്ചു ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ലൈഫിൽ എനിക്ക് ഇന്ന കൊല്ലം മുതൽ അല്ലെങ്കിൽ ഈ 6 മാസം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ വലിയൊരു പ്ലാനിംഗ് ഒന്നുമില്ല. വലിയ പ്ലാനിങ് ഇല്ല, നല്ല പ്ലാനിങ് ഇല്ല. പക്ഷെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്നാലാവുന്ന മാക്സിമം ചെയ്യാൻ പറ്റും നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. അത് വളരെ കുറച്ച് സിംഗേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക്ക് ആ റഹ്മാനിസം എന്ന് എൻജോയ് ചെയ്ത ഒരാളാണ് അല്ലെ? ഓൾമോസ്റ്റ് 4 years യു ആർ. അപ്പോൾ ഹൗ ഇസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. റിമെമ്പർ ദാറ്റ് ഫസ്റ്റ് ഡേ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും റിഹേഴ്സൽസിന് ഇരിക്കുകയായിരുന്നു. അപ്പം മൂപ്പരാണ് വോയിസ് സെലക്ട് ചെയ്തിട്ട് വിളിക്കണതൊക്കെ. അപ്പം ഹി വാസൻ ദേർ ഫോർ ദ റിഹേഴ്സൽസ്. അപ്പൊ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഗെറ്റിംഗ്, അയ്യോ ഞാൻ ഒത്തിരി സ്ഥലം കറക്റ്റ് ആണ്, റഹ്മാൻ സാറിനെ കാണുന്നില്ല, ക്യൂരിയസ്, ഐ വാണ്ട് ടു see him and all. And the third day he just came in, walked in. I just froze. Okay, എന്താ ചെയ്യണേന്ന് കുറച്ച് പേർക്ക് തിരിയുന്നില്ല. And he എല്ലാവരും നോക്കിയിട്ട് he just looked at me and he called my name and said, Sainor, I think you can sing this song, right? എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ സാറി എന്നൊക്കെ പറഞ്ഞ് വേഗം അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. Because I didn't even have a dream of meeting him or singing for him. അത് എല്ലാ സ്ഥലത്തും ഞാൻ പറയൂട്ടോ, ഡ്രീം ബിഗ് എന്നൊക്കെ പറയും, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. I didn't even dream big. It was like it just came to me. And I am really really blessed. അല്ലെങ്കിൽ I got to be really lucky. Of course. അതാണ് എൻ്റെ ജേർണി. ആൻഡ് ദാറ്റ് 4 years have been ഒരു ഇൻക്രെഡിബിൾ ജേർണിയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സുഖ്വിന്ദർ സിംഗ്, ഡാലിർ മെഹന്തി, കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ, ആൻഡ് കെയും എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇൻ ആൻഡ് ഔട്ട് സ്റ്റേജ് ഷോസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ കൂടെയുള്ള ജേർണി ആണെന്നുണ്ടെങ്കിലും അത് ഒരു മ്യൂസിഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാനാവാത്ത 4 വർഷമാണ്. ആൻഡ് ഐ ഹവ് ഗെയിൻഡ് സോ മച്ച് ഫ്രം ദാറ്റ്. അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇൻഫാക്ട് കുറേ കാര്യങ്ങളും ഒക്കെ പഠിച്ചു. സോ ദെൻ ഇപ്പം ഫോർ എക്സാമ്പിൾ വൺ തിങ് ഇഫ് ഐ ആസ്ക് യു, ലൈക്ക് എന്താണ് വാട്ട് മേക്സ് യുവർ സൗണ്ട് ഡിഫറെൻറ്റ്? മീൻ ദർ ആർ ലോട്ട് ഓഫ് സിംഗേഴ്സ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എവറി റിയാലിറ്റി ഷോ, പണ്ട് വെൻ യു വെയർ ഔട്ട് ഒരു എപ്പോഴെങ്കിലും വരുന്ന ഒരു ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ സിംഗേഴ്സിനെ കാണുന്നത്. ബട്ട് നൗ ദർ ഇസ് യൂട്യൂബ്, യു ഗോട്ട് ടാലൻറ്റ്, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ഫോക്കസ് ഇറ്റ്. ബട്ട് ഡ്യൂറിങ് യോർ ഡേയ്സ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദോസ് പീരിയഡ് നമ്മൾ എന്താ പറയുക, ഭയങ്കര വയസ്സന്മാരാക്കി വെക്കുന്നത് എല്ലാ എനിക്കല്ല പ്രായമായിട്ടില്ല. കാരണം ആ സമയം ഉണ്ടായിരുന്ന ജോത്സ്ന, ബിദു, അഫ്സൽക്ക, റിമി, ഗായത്രി ചേച്ചി, അതിൻ്റെ അകത്തൊരു എഡിഷൻ ആയിരുന്നു ഞാൻ. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. പിന്നെയാണ് റിയാലിറ്റി ഷോസിലൊക്കെ വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നൊരു നമ്മളിപ്പോ ഒരു സിംഗർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഹൗ മച്ച് പാഷനറ്റ് യു ആർ ഇൻ ദാറ്റ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. പെട്ടെന്നൊരു സാധനം വൈറലായി, ഒരാൾ പെട്ടെന്ന് അങ്ങ് ഫേമസ് ആയി, അതാണോ അല്ലെങ്കിൽ മ്യൂസിക് എന്നുള്ളൊരു ഇതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ട് അതിന് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് വേണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ PR അടക്കം അതിൻ്റെ ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിംഗർ അവരുടെ ഐഡന്റിറ്റി എന്താണ് മനസ്സിലാക്കി അതിന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനെ നേർച്ചർ ചെയ്തിട്ട് ഷുഡ് ആക്ച്വലി ബിൽഡ് നമ്മുടെ സെൽഫിനെ, നമ്മുടെ ഒരു ടൊണാലിറ്റി അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ ഒരുപാട് വോയിസസിൻ്റെ ഇടയിൽ അങ്ങ് ലോസ്റ്റ് ആയി പോകും. സോ യു ഷുഡ് ആക്ച്വലി ബി യുണീക്ക് ഇൻ യുവർ ഓൺ സെൻസ്. നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇല്ല എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്പയർഡ് ആകും ഒരുപാട് സിംഗേഴ്സും ഒക്കെ കൊണ്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി എന്നുള്ളത്
റിയലൈസ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ റിയലൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. സോ ദിസ് ഇൻഡസ്ട്രി, ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഒരു പൊതുവേ പറയുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് മോർ ഓഫ് ഇമ്പോർട്ടൻസ് ടു ലുക്സ് ദാൻ ടാലൻറ്റ് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? എല്ലാ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ, നമുക്ക് കാണാൻ പറ്റും. അല്ല, ബട്ട് മ്യൂസിക് ഈസ് എൻ ഇൻഡസ്ട്രി, അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ സൗണ്ട്, യുവർ വോയിസ് ആൻഡ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വിഷ്വൽ ആണ്, വിഷ്വൽ സംഭവങ്ങൾ ഇതാണ്. പക്ഷേ ഈ വിഷ്വൽ അപ്പീൽ എന്നുള്ളത് നമ്മൾക്ക് ഓൾറെഡി കുറെ കാലങ്ങളായിട്ട് നമ്മളുടെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് അതല്ലാത്ത ഒരാൾ വരുമ്പോഴാണ് അവിടെ ഓ അതെന്താ അങ്ങനെ എന്നുള്ളൊരു തോട്ട്. ആ തോട്ട് പ്രോസസ്സ് ഹോൾ സൊസൈറ്റി മാറ്റേണ്ടതാണ്. അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ അങ്ങ് ആയി ശീലായതാണ്. അങ്ങനെ ഒരാള് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. To be a very straightforward question, have you faced something like that? Oh, definitely. അതൊക്കെ ഭയങ്കര ഞാൻ കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ ചെറിയൊരു വിവാദം അവിടെ ഇവിടെയൊക്കെ. അതൊന്നും വിവാദമൊന്നുമല്ല, അതൊക്കെ സംസാരിക്കേണ്ട കാര്യം. എന്ത് വിവാദമൊന്നും വിവാദമൊന്നുമല്ല. ഇൻ ദ സെൻസ് കളർ കുറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ചൈൽഡ്ഹുഡിൽ നിന്ന് കുറച്ച് മോശം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ ഇതിനടക്കാണ് ആക്ച്വലി സംസാരിച്ചു തുടങ്ങിയത്. And I think that it's high time that people should change. And definitely. You shouldn't be looking at people's look, അല്ലെങ്കിൽ color, അല്ലെങ്കിൽ height, അല്ലെങ്കിൽ പല്ലിന്റെ സംഭവം. It's all, you know, ഒരു ബാഹ്യമായ ഇത് മാത്രമാണ്. വണ്ണം എന്നൊക്കെ പറയുന്നത് നമ്മളെ മനസ്സിൽ ഓൾറെഡി ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലാണ്ട് മാറി വരുമ്പോഴാണ് അത് നല്ലതല്ല, ഇതാണ് നല്ലത് എന്നുള്ളൊരു സാധനമുണ്ട്, ഒരു പോയിന്റർ ഉണ്ട്. അത് മാറ്റണം. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കണതാണ്. ലുക്കിലാണ് കാര്യം. എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. റൈറ്റ് റൈറ്റ് ഓഫ് കോഴ്സ്, എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, അല്ലാണ്ട് എത്ര അത് പറഞ്ഞ് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആ ഔട്ട്ലുക്ക് ചേഞ്ച് ആവില്ല. ചേഞ്ച് ആവണം. അത് ഇനി വരുന്ന കാലത്തിൽ ചേഞ്ച് ആവണം എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് എനിക്ക്. അപ്പോൾ ഒന്നാമത് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു ബോഡി ഷേമിങ്ങും കാര്യങ്ങളും, അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം, 6 പാക്ക് വേണം, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ കർവ്സ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ. ഒരാൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട അയാളാണ്. അയാൾക്ക് ഇപ്പം മെലിഞ്ഞിട്ട് ഇരിക്കണം എന്ന് തോന്നിയാൽ അയാൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് മെലിയ. ആൻഡ് ഫോർ ഹെൽത്തി റീസൺസ് ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ വർക്ക്ഔട്ടും ചെയ്യാറുണ്ട്. പക്ഷേ ഹെൽത്തി എന്ന് പറയുന്നത് മെലിഞ്ഞിട്ടാണ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ഹെൽത്തി എന്ന് പറയുന്നത് മെലിഞ്ഞിട്ടുള്ളതല്ല, എങ്ങനെ വേണമെങ്കിലും ഹെൽത്തി ആവാം. അപ്പം അത് മാറി ചിന്തിക്കുക എന്നുള്ളതും ഒരു ടാസ്ക് ആണ്. ഇതെല്ലാം മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്, മാറ്റി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. ഓക്കെ ഓക്കെ. സോ എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? ഇനിയിപ്പം കുറച്ച് സോളോ പ്രോജക്ട്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് സീനിൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഐ ബീൻ സിംഗിങ് ഓൾ ദീസ് ഇയേഴ്സ് ഫോർ ലൈക്ക് ഫിലിംസ് ആൻഡ് എവറിത്തിങ്. ഞാൻ എൻ്റെ ആകെ ഒരു 1-2 സോങ് മാത്രമേ എൻ്റെ സിംഗിൾ എന്നുള്ള രീതിയിൽ ഇറക്കിയിട്ടുള്ളൂ. ആൻഡ് ഇനി വരുന്നത് ഒരു റെവല്യൂഷൻ ആണ്. ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് സീൻ ഇസ് ഗോയിങ് ടു ബി റിയലി സ്ട്രോങ്. And I'm very happy about that. Independent scenes ഒരുപാട് ടാലൻസ് ഇപ്പം അവരുടെ ടാലൻസ് ശരിക്കും ഷോക്കേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് റെഡിയാണ്. ആൻഡ് ദെൻ ഫിലിം മാത്രം ആവരുത്, അതാണ് ആക്ച്വലി കൂടുതലും വരേണ്ടത്. അപ്പോഴാണ് ശരിയായ മ്യൂസിക്കിന്റെ ഒരുപാട് കാറ്റഗറീസ് എന്നുള്ള നല്ല എലമെന്റ്സ് കുറെ ആൾക്കാർ സാധനങ്ങൾ വരും. അപ്പം ഇനിയിപ്പോൾ ലുക്ക് ഫോർവേഡ് ചെയ്യാൻ പോകുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ക്യാൻവാസ് ആണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യുനോ എപ്പിക്. സോ എന്താണ് വാട്ട് വുഡ് ബി യുവർ അഡ്വൈസ് ടു ഈ ഒരു സീൻസിലേക്ക് എൻ്റർ ആവാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനോട്? വാട്ട് വുഡ് ബി യുവർ വൺ വേർഡ് ഓഫ് അഡ്വൈസ്? നിങ്ങളുടെ എന്താണോ ആർട്ട്, നിങ്ങളുടെ എന്താണോ ടാലൻറ്റ്, അതിനെയാണ് നേർച്ചർ ചെയ്യേണ്ടത്. ഈ പറയുന്ന ആൾക്കാരുടെ അപ്രീസിയേഷനോ ഫെയിമോ അല്ലെങ്കിൽ ലൈക്സോ ഒക്കെ, ലൈക്സും സംഭവങ്ങളൊക്കെ ആക്ച്വലി പൈസ കൊടുത്തിട്ടും ഒക്കെ കൂട്ടാവുന്ന കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ വീഴരുത്. എപ്പോഴും അവെയർ ആയിരിക്കുക വാട്ട് യു വോണ്ട് ടു ബിക്കം. അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടിനോടുള്ള ഒരു പാഷൻ എപ്പോഴും പ്രിസർവ് ചെയ്ത് വെക്കുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു ഷുഡൻ ബി ലുക്കിംഗ് ഇൻ ടു നമ്മളെ വീഡിയോ വർക്ക് ചെയ്യുക, അതിന് ഇത് കിട്ടിയിട്ടല്ലോ, മറ്റത് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്, അതിൽ വീഴരുത്. യു ഷുഡ് ബി അവെയർ അബൌട്ട് യുവർ ടാലൻറ്റ് ആൻഡ് ഹൗ യു ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ട്രൂ ടാലൻറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുക തന്നെ ചെയ്യും പുറത്ത്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഷൈൻ ത്രൂ എവറി ഡാർക്ക് സ്കൈസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം യു ഷുഡ് ഓൾവേസ് മോട്ടിവേറ്റ് യുവർ സെൽഫ്, ബിക്കോസ് സൊസൈറ്റി മേ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. സൊസൈറ്റി മൈറ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ ഇതൊക്കെ
ഡ്രീംസിനൊക്കെ മേ ബി കേർബ് ചെയ്യാൻ മാത്രമേ നോക്കുള്ളൂ. പക്ഷെ അതിൽ വീഴരുത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ സോ അപ്പോൾ നമ്മുടെ ഈ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ആഹാ ട്രെൻഡിങ് ആണ്. എന്താണ് ലൈക്ക് അർജുൻ അശോകൻ എസ് എ സിംഗർ, എന്താണ് വൈ അർജുൻ അശോകൻ, അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ആ ഒരു സോങ്ങിന് തന്നെ ഒരു ഭയങ്കര എനർജിയാണ്. ഡെഫിനറ്റ്ലി അർജുൻ അശോകൻ. ബിക്കോസ് ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഞാനൊരു സിംഗറിന്റെ മറ്റൊരു മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യുക. ഈ പാട്ട് ആക്ച്വലി കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അതായത് ഏകദേശം ഒരു മെയിൽ വോക്കൽ റേഞ്ച് വരുന്ന ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനത് കമ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി വിശാൽ ഡഡ്ലാനിനെ പോലത്തെ ഒരു ഭയങ്കര ഒരു ഗ്രഞ്ചിനെസ് ഉള്ള ഒരു വോയിസ് ആണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദ സെർച്ച് വാസ് നെവർ എൻഡിങ്. എനിക്ക് പറ്റിയൊരു സിംഗറിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ആ ഇടയ്ക്കാണ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ വെച്ചിട്ട് അതിന്റെ സെറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഡിഞ്ചിക് നേഷൻ ബാൻഡ് ഉണ്ടല്ലോ, നമ്മളെ ഫീച്ചർ ചെയ്തിട്ടൊരു സോങ് ഉണ്ട് അതിൻ്റെ അകത്ത്. ആ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ അർജുനെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് അർജുൻ ഓൾറെഡി പാടി ചെയ്തൊരു പാട്ട് അവൻ ഏതൊരു പടത്ത് പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. ആ വോയിസ് കേട്ടപ്പോൾ തന്നെ ഐ ആക്ച്വലി ഫൈനലൈസ് ദാറ്റ് എൻ്റെ പാട്ട് അർജുനാണ് പാടാൻ പോകുന്നത്. ആൻഡ് ഈവൻ മൂപ്പർക്ക് പോലും അത് ശരിയാവുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് adamant and I was pretty sure that he's going to sing that song. And that എനിക്ക് തോന്നുന്നു അതൊരു കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു. അത് പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എവരിബഡി അർജുനെ കൊണ്ട് എന്താണ് പാടിപ്പിക്കാൻ കാര്യം എന്നിട്ട് അർജുന്റെ വോയിസ് അതിന്റെ ടൈലർ മെയ്ഡ് ആണ്. അല്ല എനിക്ക് അതിന്റെ ആ സോങ് ഹാപ്പനിങ് ആയിരുന്ന ഒരു ടൈമിൽ ഞാൻ ആശാന്റെ കാൽ തല്ലി ഇടിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ കണ്ടായിരുന്നു. അത് അതിന്റെ ഇടയിൽ അർജുന്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് നടക്കുന്ന ദിവസമൊക്കെ എന്റെ കാല് ഒടിഞ്ഞിട്ടൊക്കെ ഇരിക്കായിരുന്നു. അത് ശരി, മോളോട് ഓടിക്കളിച്ചിട്ട് അതാണ് എന്തൊരു ഓട്ടമായിരുന്നു. PTC ഓടിക്കായിരുന്നു, ഒരു വൻ കേവ് എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പോഴത്തേക്കും മഴയുണ്ട്, താഴെ വെള്ളം കെട്ടിക്കിടന്ന് ശ്രദ്ധിച്ചിട്ടില്ല, സ്ലിപ്പ് ചെയ്ത് വീണ്. അപ്പൊ അങ്ങനെ ആ ഒരു റെക്കോർഡിങ് മറക്കാൻ പറ്റൂല. ബിക്കോസ് ഇപ്പം പോപ്പ് മീഡിയ റെക്കോർഡ് ചെയ്ത് മോളത്തെ ഇതിലാണ് മെയിൻ സ്റ്റുഡിയോ. പക്ഷെ എനിക്ക് കേറാൻ പറ്റില്ല, ക്രച്ചസ് വെച്ചിട്ട് ഒരാളിങ്ങനെ ഇതാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെ താഴത്തെ ഒരു സ്റ്റുഡിയോയിലാണ് സെറ്റ് ചെയ്തിട്ട് പാടിയതൊക്കെ. അർജുനൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായത്. ഇറ്റ് വാസ് ലൈക്ക് അതൊന്നും എക്സ്പീരിയൻസ് മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതിന് ആഹയുടെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സോങ് ഇസ് ലൈക്ക് ട്രെൻഡിങ്. എല്ലാവരും എവരിബഡി വാട്ട്സ് നോ ഏതാണ് ആ പാട്ട്, ഏതാണ് മൂവി, എവരിതിങ്. ആൻഡ് ഓൾസോ മ്യൂസിക് ബൈ സൈനോറ ഫിലിം. അപ്പോൾ ഓക്കെ, സംഭവം കൊള്ളാം, കലക്കി. ഇതിന്റെ 4 പാട്ടുകളും മാസ്റ്റർ ഒക്കെ ചെയ്തിരിക്കുന്നത് പുറത്തുനിന്നാണ്, ഇന്റർനാഷണൽ ഇതാണ്. ഇപ്പം അർജുൻ പാടിയ പാട്ട് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോസ് 301 എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ എന്നുള്ള സ്റ്റുഡിയോ. ആൻഡ് ബാക്കി 3 സോങ്സും മാസ്റ്റർ ചെയ്തിരിക്കുന്നത് UK എന്നുള്ള ഒരു സ്റ്റേർലിംഗ് സൗണ്ട്സ് ആണ്. അപ്പം ബാക്കി പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ അത്രയും ഇതിട്ടിട്ട് ഐ വാസ് ഡാം ഷുവർ ദാറ്റ് അത് അങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വന്നതിൽ സന്തോഷം. നന്നായിട്ട് വരുന്നുണ്ട്. സോ അപ്പം എവരിബഡി ഇനിയിപ്പോൾ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ലിസൺ ടു ദ സോങ്. ഇറ്റ്സ് ആൻ ഓസം സോങ്. ഒരു 2 lines ഫ്രം അതിനാണോ? കടങ്കഥയാ നെഞ്ചിൽ കനരാ ചങ്കിലേ നിണമായി ഈ വടം ഒന്നായൊഴുകാ ഉള്ളം നിറയാ ചുമരുകൾ തകരാ ഒരു മതം ഉയരുയരും മുച്ചൂട് ഉടലുയരും തീച്ചൂട് കതിരവനായി നിലയില്ല കയമറിയും ജ്വാലകളാ വയലേലകൾ വിളയട്ടെ പണിശാലകൾ പറയട്ടെ തെങ്ങോലകൾ കാട്ടാറുകൾ ഉണരട്ടെ ഉലയട്ടെ ഒഴുകട്ടെ വയലേലകൾ വിളയട്ടെ പണിശാലകൾ പറയട്ടെ തെങ്ങോലകൾ കാട്ടാറുകൾ ഉണരട്ടെ ഉലയട്ടെ ഉയരട്ടെ. Yes, so guys, that was this awesome singer Sainora Philip with us. So thank you for being on the show. Thank you Letwin. പിന്നെ എല്ലാവരും പാട്ട് കാണണം, and if possible do listen to it, and if you like it please do share. പിന്നെ and for Arjun Ashokan I wish him all the good luck and the entire AHA movie team.
താങ്ക് യു താങ്ക് യു സോ മച്ച്.